സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുന്നത് കേസ് ഡയറി ഉൾപ്പെടെയുള്ള ഒറിജിനൽ രേഖകൾ കോടതിയിൽ ലഭ്യമല്ലാത്തതിനാലെന്ന് റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു. അടുത്ത മാസം 5-ന് കേസ് പരിഗണിക്കുമ്പോൾ രേഖകൾ കോടതിയിൽ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി 11ാം തവണയും മാറ്റിവെച്ച സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച വിശദീകരണവുമായി നിയമസഹായ സമിതി വാർത്താസമ്മേളനം നടത്തിയത്. കേസ് ഡയറി ഉൾപ്പെടെയുള്ള ഒറിജിനൽ രേഖകൾ ഗവർണറേറ്റിൽ നിന്നും കോടതിയിൽ എത്താത്തതുമൂലമാണ് മോചനം വൈകുന്നത്. മറ്റുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. രേഖകൾ കോടതിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അടുത്ത സിറ്റിംഗിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. ഇതിന്റെ ഒറിജിനൽ രേഖകൾ വേണം, ഇതിന്റെ ഹാർഡ് കോപ്പി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് ഗവർണറേറ്റിലേക്ക് ലെറ്റർ അയക്കുകയും ആ ലെറ്ററിന്റെ മറുപടിക്ക് വേണ്ടിയിട്ടാണ് പലതവണയും സിറ്റിംഗ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 14-ാം തീയതി വരെയുള്ള സിറ്റിങ്ങിലും കൃത്യമായിട്ട് അതിൻ്റെ താഴെ മിനിറ്റ്സിൻ്റെ താഴെ ഈ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുആമല വറക്കി അതിൻ്റെ ഹാർഡ് കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഈ റമദാന് മുമ്പായിട്ട് തന്നെ പെരുന്നാളിന് മുമ്പായിട്ട് തന്നെ 18-ാം തീയതി ഗവർണറേറ്റിൽ നിന്ന് കോടതിയിലേക്ക് മഹ്കമ ജസായിലേക്ക് രേഖകൾ അയച്ചതിൻ്റെ പ്രൂഫ് നമ്മുടെ അടുത്തുണ്ട്. റഹീമിനെതിരെ ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച വധശിക്ഷ ഉത്തരവ് ഈ വിധി ശരിവെച്ചുകൊണ്ട് 2023 ഒക്ടോബർ 6-ന് സൗദി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ദിയാധനം സ്വീകരിച്ച ശേഷം 2024 ജൂലൈ 2-ന് വധശിക്ഷ റദ്ദു ചെയ്ത ഉത്തരവ് കൊല്ലപ്പെട്ട ബാലൻ അനസൽ ഷെഹരിയുടെ കുടുംബ അഭിഭാഷകന്റെ പേരിൽ കോടതി കൈമാറിയ 1.5 കോടി റിയാൽ ചെക്കിന്റെ പകർപ്പ് എന്നീ രേഖകൾ നിയമസഹായ സമിതി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. ഇതിനു പുറമെ വധശിക്ഷ റദ്ദു ചെയ്ത ശേഷം സമർപ്പിച്ച മോചന ഹർജിയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 21 മുതൽ ഈ മാസം 14 വരെ നടന്ന 11 സിറ്റിംഗുകളുടെ നടപടിക്രമങ്ങളും തീരുമാനങ്ങളും വിശദമായ മിൻസും നിയമസഹായ സമിതി മാധ്യമപ്രവർത്തകരെ കാണിച്ചു. അടുത്ത മാസം 5-നാണ് മോചന ഹർജി വീണ്ടും പരിഗണിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ നിയമസഹായ സമിതി ഭാരവാഹികളായ സിദ്ദീഖ് തുവൂർ, അബ്ദുള്ള വല്ലാഞ്ചിറ, സുരേന്ദ്രൻ കുട്ടായി, സെബിൻ ഇക്ബാൽ, മുനി പാഴൂർ, നവാസ് വെള്ളിമാടുകുന്ന്, കുഞ്ഞോയി എന്നിവർ പങ്കെടുത്തു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്.